നമസ്കാരം. ഇറാൻ തങ്ങളുടെ ആവനാഴിയിലെ പുതിയ അസ്ത്രങ്ങളൊക്കെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് തുടരുകയാണ്. 4000 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ളതും തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭാരമുള്ളതുമായ ഡ്രോണാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗാസ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡ്രോൺ രൂപകൽപ്പനയിലും പ്രവർത്തനത്തിലും അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണുകളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ഗാസയിലെ ജനങ്ങളോട് തങ്ങൾക്കുള്ള ആദരവ് പ്രകടമാക്കിക്കൊണ്ടാണ് ഇറാൻ തങ്ങളുടെ ഡ്രോണിന് ഗാസ എന്ന പേരിട്ടിരിക്കുന്നത്. 13 ഗൈഡഡ് ബോംബുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ള ഈ സൂപ്പർ ഹെവി ഡ്രോണിൻ്റെ ആക്രമണശേഷി അതിമാരകമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 35,000 അടി ഉയരത്തിൽ വരെ മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ 35 മണിക്കൂർ പറക്കാൻ ഗാസ ഡ്രോണിന് കഴിയും. ഈ സൂപ്പർ ഹെവി ഡ്രോണിൻ്റെ ചിറകുകൾക്ക് 22 മീറ്റർ നീളമുണ്ട്. 3100 കിലോഗ്രാം ഭാരമുള്ള ഈ സൂപ്പർ ഹെവി ഡ്രോണിന് 13 ഗൈഡഡ് ബോംബുകളെ കൂടാതെ 500 കിലോഗ്രാം വരെ പേലോഡും വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഇലക്ട്രോ ഒപ്റ്റിക്കൽ, ഇൻഫ്രാറെഡ് സെൻസറുകൾ, ലേസർ റേഞ്ച് ഫൈൻഡർ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആന്റിന എന്നിവയുള്ള ഒരു ഏവിയോണിക് സ്യൂട്ട് ഈ ഡ്രോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 500 കിലോമീറ്റർ ചുറ്റളവിൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് കണ്ടെത്താനും പരിസ്ഥിതി നിരീക്ഷിക്കാനും ഇതിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 780 ഹോഴ്സ് പവർ ടെർബോപ്രോപ്പ് എഞ്ചിനാണ് ഈ സൂപ്പർ ഹെവി ഡ്രോണിന് കരുത്തേകുന്നത്. രൂപകൽപ്പനയിലും പ്രവർത്തനത്തിലുമൊക്കെ അമേരിക്കയുടെ MQ-9 റീപ്പറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ ഇറാൻ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഷാഹദ് 129 എന്ന ഡ്രോണിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഗാസ എന്ന സൂപ്പർ ഹെവി ഡ്രോൺ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സാണ് ഈ ഡ്രോണുകൾ കൈകാര്യം ചെയ്യുന്നത്. ടെർബോപ്രോപ്പ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഇറാനിയൻ ഡ്രോണാണ് എന്ന പ്രത്യേകത കൂടി ഗാസ സൂപ്പർ ഹെവി ഡ്രോണിനുണ്ട്.